2020 സാധ്യതയുണ്ടായിരുന്നു BJP കാൻഡിഡേറ്റ് പിൻവലിച്ചിരുന്നെങ്കിൽ. ചിലപ്പോ BJP കൊണ്ടുപോകുമായിരിക്കും. അയ്യോ, എനിക്ക് അത്രയും കാര്യങ്ങളൊന്നും. ഞാനൊരു LDF ആണ്, എന്നാലും വോട്ടാർക്കും ചെയ്യില്ല. ആണോ? കള്ളന്മാരാ. തീരെ വലിയ താല്പര്യമില്ല. അവരുടെ ഭരണപരിഷ്കാരങ്ങളൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ആക്കി. ഏറ്റവും നല്ല പാർട്ടിക്കാരെന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയിലെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവനാണ് യഥാർത്ഥ പാർട്ടി സ്നേഹി. എവർക്കും ഹൃദ്യമായ നമസ്കാരം. ഡോക്ടർ KS രാധാകൃഷ്ണൻ BJPക്ക് വേണ്ടിയിട്ടും ഹൈബിയുടെ UDFന് വേണ്ടിയും ഷൈൻ ടീച്ചർ LDFന് വേണ്ടിയും മത്സരിക്കുമ്പോൾ എറണാകുളം മണ്ഡലത്തിൽ വോട്ടർമാർ ആരോടൊപ്പം നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. എറണാകുളം മണ്ഡലത്തിലെ ആർക്കാ ഒരു ജയസാധ്യത ഉള്ളത് ഇപ്പൊ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്? ഈ അമ്മയുടെ ആഗ്രഹം ആര് ജയിക്കണോന്നോ? ആണോ? അതുകൊണ്ട് ആര് ജയിച്ചാലും ഇല്ലല്ലേ. ഇപ്പൊ ആണോന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ആർക്കാ ഒരു വിജയസാധ്യത ഉള്ളത്? ഇപ്പൊ ഇവിടെ ഈടലല്ലേ ജയിക്കും? അത് എന്തുകൊണ്ട് അദ്ദേഹം ജയിക്കുള്ളൂ എന്ന് പറയാൻ? ഇവിടെ കോൺഗ്രസിന്റെ മണ്ഡലമാണ്. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ്. അതുകൊണ്ട് ഹൈബീഡനാണ്. എന്റെ നിഗമനത്തിൽ ഞാൻ രാഷ്ട്രീയക്കാരനല്ലെങ്കിലും ഹൈബീഡനാണ് സാധ്യത. UDFനാണ്. നിലവിലെ സാഹചര്യം വെച്ചിട്ടാണോ അങ്ങനെ പറയുന്നത്? നിലവിലെ സാധനം ഒരു വ്യക്തിത്വം ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്വാധീനം. ഈ മണ്ഡലം പൊതുവെ UDF അനുകൂല മണ്ഡലം. പിന്നെ അപൂർവമായിട്ട് LDF ജയിച്ചിട്ടുണ്ടെങ്കിലും ചില അട്ടിമറികളോ പ്രത്യേക സാഹചര്യത്തിലോ ആണ്. എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ക്ലീൻ ഇമേജുള്ള ആള്, അയാൾക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് വോട്ട് കിട്ടും, അയാൾ ജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പാർലമെന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഇവിടെ ആർക്കും ഒരു ജയസാധ്യത ഉള്ളത്? അയ്യോ, എനിക്ക് അത്രയും കാര്യങ്ങളൊന്നും. ഇല്ല, എന്നാലും അമ്മയുടെ ആഗ്രഹം ആരാ? ജയസാധ്യതയോ? ഞാൻ എങ്ങനെ പറയാനാണ്? അറിയില്ല. ഹൈബീഡൻ. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്? അയാള് നല്ല പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ MP ആയപ്പോൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. ഞാനൊരു LDF ആണ്, എന്നാലും ഹൈബീഡനെയാണ് താല്പര്യം. പാർലമെന്റ് ഇലക്ഷൻ ആണല്ലോ. അതെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ആർക്കാ എറണാകുളത്ത് ഒരു സാധ്യത ഉള്ളത്? ഇവിടെ ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷം തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്? ഇടതുപക്ഷം കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ മാത്രം മതി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും ജയിക്കാൻ മതി. നമ്മളിവിടെ മിനിമം 12 സ്ഥാനാർത്ഥികളും കേരളത്തിൽ ജയിക്കും. ഇതുവരെ കേരളത്തിൽ ഇല്ലാത്ത പല പദ്ധതികളും നടപ്പിലാക്കി. പക്ഷേ പല പദ്ധതികളും മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത തോതിലുള്ളത് BJP ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് തരാത്തത് കൊണ്ടാണ്. അതെല്ലാവർക്കും അറിയാം. സുപ്രീം കോടതിയിലുണ്ട് അതിൻ്റെ കേസ്. അത് നമ്മൾ നേടും, മുമ്പോട്ടേക്ക് പോകും. അടുത്ത തവണയും കേരളത്തിൽ ഒരു ഗവൺമെൻറ്, ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ. അതുപോലെ തന്നെ പാർലമെന്റിൽ ഇവിടുന്ന് ഒരു 12 സീറ്റെങ്കിലും പോകും. നമ്മളില്ലാത്ത ഞാനൊരു പ്രവർത്തകനാണ്, CPM പ്രവർത്തകൻ. അതുകൊണ്ടാണ് ഇത്ര ആത്മവിശ്വാസത്തിൽ പറയുന്നത്. ഈ UDFന്റെ കുത്തക മണ്ഡലമാണ്, UDF ആണ് ജയിച്ചു വരുന്നത് ഇവിടെ. അങ്ങനെ എത്രയോ വർഷം കുത്തകയായിട്ട് ഭരിച്ചതല്ലേ കേരളം തന്നെ. കേന്ദ്രം പിന്നെ കോൺഗ്രസ് മാത്രം ഉണ്ടായതല്ലേ. BJP എത്ര കൊല്ലമായി? 10 കൊല്ലമായില്ലേ കുത്തകയായിട്ട് ഭരിക്കുന്നത്. എന്ത് കുത്തക? കോൺഗ്രസിന് എന്ത് കുത്തക വന്നിന് ഇവിടെ? വട്ടപ്പൂച്ച്. അതുകൊണ്ട് അങ്ങനെ കുത്തക മണ്ഡലം ഒന്നുമില്ല. കുത്തകയുടെ ഇല്ല, ആർക്കും കുത്തകയില്ല. ഷൈൻ ടീച്ചർ ജയിക്കും. നിഷ്പക്ഷമായിട്ട് പറഞ്ഞാല് ഇവിടെ ജയിക്കുന്നത് ഹൈബീഡൻ തന്നെയാണ്. പക്ഷെ മൊത്തത്തില് ഈ പ്രാവശ്യം ഹൈബീഡനെ ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തിന് സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഹൈബീഡൻ വ്യക്തിപരമായിട്ട് കുഴപ്പമില്ലാത്തയാളാണ്, എതിർ സ്ഥാനാർത്ഥിയും കുഴപ്പമില്ല. പക്ഷെ ഈ രണ്ടുപേരും ജയിച്ചു പോകാണ്ട് BJP-ക്കാരെ ജയിച്ചു പോയാലല്ലേ എന്തെങ്കിലും നടക്കൂ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. കൃത്യമായിട്ട് എന്തോ കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുണ്ട് ഡോക്ടർ KS രാധാകൃഷ്ണൻ ജയിച്ചു പോയി കഴിഞ്ഞു. ഡോക്ടർ KS രാധാകൃഷ്ണന്റെ KSUവിന്റെ കാര്യം കൂടി ഞങ്ങൾക്കറിയാം. പക്ഷെ അദ്ദേഹവും ബാക്കി ജനങ്ങളുമായിട്ടുള്ള ബന്ധം വിട്ടുപോയി. സത്യം അതാണ്. അദ്ദേഹം ഇപ്പോൾ സൈദ്ധാന്തിക ബൗദ്ധിക മണ്ഡലത്തിൽ വരുന്ന നിന്നാലും ജനങ്ങളുമായിട്ട് ബന്ധം വിട്ടുപോയി. കാരണം സാധാരണക്കാരൻ അങ്ങനെയല്ല കാണുന്നത്. അതുകൊണ്ട് BJP-ക്ക് സാധ്യതയില്ല. പിന്നെ ഒരു ചെറിയ സാധ്യത ഞങ്ങൾ കണ്ടിരുന്നു, അതും പോയി. ശരിക്കും ഒരു സാധ്യത ഉണ്ട്. ഞാൻ എന്റെ വിഷയങ്ങളിലാണ്. ശരിക്കും ഒരു സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഇവിടെ അസംതൃപ്തരായ വലിയൊരു വിഭാഗം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. അവർ BJP-യെ നോക്കി പറഞ്ഞിരിക്കുകയായിരുന്നു. BJP മാത്രമേ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങൾ 2 കാര്യം നോക്കി. ഒന്ന്, ഇവിടുത്തെ മുസ്ലിം വർഗീയതയെ ചൂഷണം ചെയ്ത് അടിച്ചമർത്താൻ അവർക്കേ കഴിയും. കാരണം ഭീകരമായിരുന്നു. ബി ഫ്രാങ്ക്, ഭയങ്കര ഭീകരമായിരുന്നു. ജോസഫ് സാറിന്റെ കേസ് കൊടുത്ത വക്കീലേ എനിക്കറിയാം, ഭീകരമായിരുന്നു. അതിനൊരു ശമനം വന്നത് BJP കൊണ്ടാണ്. രണ്ടാമത്, ഇവിടെ ഈ ജനങ്ങളുടെ പ്രശ്നം ഒന്നും കൈക്കൊള്ളാൻ തയ്യാറാവുന്നത് ഈ മറ്റേ പൗരോഹിത്യ മേധാവിത്വം കിടന്ന് കളിക്കുമ്പോൾ അതിനെതിരെ
ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ബി ജെ പി ആയിരുന്നു. പക്ഷെ ഈ 2020 വന്നൊരു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പിടി നിർത്തിയപ്പോഴേക്കും വീണ്ടും പ്രശ്നമായി. അതുകൊണ്ട് എന്ത് സംഭവിക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, ജയിക്കുന്നത് ഹൈബീഡനായിരിക്കും. 2020 ഒരു സാധ്യത ഉണ്ടെന്നാണോ അതോ 2020 സാധ്യതയുണ്ടെന്ന് 2020 സാധ്യതയില്ല. കാരണം 2020 സാധ്യതയുണ്ടായിരുന്നു ബി ജെ പി കാൻഡിഡേറ്റ് പിൻവലിച്ചിരുന്നെങ്കിൽ. കാരണം വളരെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഒരു പ്രതീക്ഷയോടെ നിൽക്കുക. കോൺഗ്രസ് ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട, ബി ജെ പി വന്നാൽ ഞങ്ങളെ സഹായിക്കും. കാരണം ഇപ്പൊ ഈ യാക്കോബായ ഓർത്തഡോക്സ് പ്രശ്നം ഉണ്ടായപ്പം ഇടതുപക്ഷം യാക്കോബായക്കാരുടെ കൂടെ നിന്നു, കേസി തോറ്റവരുടെ കൂടെ. അതുകൊണ്ട് അവരിന്ന് നിലനിൽക്കുന്നത്. അതുപോലെ ഇവിടെ പൗരോഹിത്യത്തിന്റെ കൂടെ ബാക്കി എല്ലാവരും നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ബി ജെ പി നിൽക്കും എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണം 2020 ഉണ്ടായതുകൊണ്ടാണ്. 2020 വന്നപ്പോ ഞങ്ങൾ ഇതൊരാളല്ലേ പിടിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ പിന്നെ ആർക്ക് ചെയ്യുമെന്നൊരു സംശയം വന്നില്ലേ? അതാണ് 2020 വരവ് ബിജെപിക്ക് അടിയായി. തീർച്ചയായിട്ടും ബി ജെ പിക്ക് നന്നായിട്ട് ബി ജെ പിക്ക് ക്ഷീണം പറ്റി. പാർലമെന്റ് ഇലക്ഷനിലെ എറണാകുളം മണ്ഡലത്തിൽ ആരാ ജയിക്കാൻ സാധ്യത ഉള്ളത്? ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ പിണറായി ഒന്നും ജയിക്കൂല, അതില്ലല്ലോ. പിന്നെയുള്ളത് ആരാണ്? പിന്നെ UDF ഹൈബീഡനുണ്ട്, BJP-യുടെ ചിലപ്പോ BJP-യിലൊക്കെ കൊണ്ടുപോകുമായിരിക്കും. ആണോ പ്രാവശ്യം? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി. മനസ്സിലായോ? ഈ ഭരണം ഉണ്ടായിട്ട് എന്താ മെച്ചം? ഒരു മെച്ചവും ഇല്ല. അവര് റോഡിന് വികസനം ഉണ്ടാക്കലും അത് വികസനം ഉണ്ടാക്കലൊക്കെ അല്ലേ ഉള്ളൂ. എന്തോരം പാവത്തുങ്ങൾ ഈ വീടില്ലാണ്ട് അലയണുണ്ട്. എനിക്കിപ്പോ ഒരു ഭർത്താവില്ല, ഒരു വീട് എനിക്ക് കിട്ടുന്നില്ല. എന്താന്ന് ഒറ്റക്ക് താമസിക്കാൻ. മക്കള് രണ്ടുപേരുള്ള മക്കളുമായി അവര് താമസിക്കണ. പിന്നെ ഈ ഭരണം എന്തിനാണ് മോനെ? ഇതില്ലാണ്ടിരിക്കണ നല്ലത്. അതുകൊണ്ട് BJP വരണം, എന്താണെങ്കിലും BJP വരട്ടെ. എന്തിനു ഞങ്ങൾ തയ്യാറാണ്. എറണാകുളം മണ്ഡലത്തിൽ ആർക്കാ ഒരു ജയസാധ്യത ഉള്ളത്? ഇപ്പൊ ഹൈബീഡൻ UDF. എന്തുകൊണ്ടാണ് UDF ആണെന്ന് പറയാൻ കാരണം? ഒരു പാരമ്പര്യ കോൺഗ്രസ്സുകാരാണ്, അത് തന്നെയല്ല അവർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാധ്യത ഇടതുപക്ഷത്തിനാണ്. ഷൈൻ ടീച്ചർ എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന് പറയുന്നത്? ഇടതുപക്ഷത്തിനോടാണ് കൂടുതൽ. പാർട്ടിയുടെ വോട്ടൊന്നും അറിയില്ല. പാർട്ടിയുടെ വിശ്വാസമുള്ള ആൾക്കാർ ആ വോട്ട് തന്നെ ചെയ്യും. അല്ലെങ്കിൽ നേരത്തെ ശബരിമല പ്രശ്നത്തിന് തന്നെ അന്ന് പാലിഷായാണ്. ചേട്ടൻ പറയുന്നുണ്ട് UDF-ന്റെ പുസ്തക മണ്ഡലം കോൺഗ്രസ് മണ്ഡലം. പക്ഷെ ഇപ്രാവശ്യം മാറും. സിസ്റ്റം പറഞ്ഞതിൽ നോട്ടാന്ന് പറഞ്ഞ എന്താണ്? ഇതിലേതിലെങ്കിലും ഒരാളെ തെരഞ്ഞെടുക്കുക എന്നാണ്. ഒന്നും തെരഞ്ഞെടുപ്പിലേ ഇല്ല. തെരഞ്ഞെടുപ്പ് ഈ സിസ്റ്റം പാർലമെന്റിലൂടെ ചെന്നിട്ട് ഒന്നും നടക്കാൻ കഴിയില്ല. ഇപ്പൊ പാർലമെന്റ് സിസ്റ്റം മാറിയിട്ട് ഏത് സിസ്റ്റം വരണോ ചേട്ടൻ ആഗ്രഹിക്കുന്നത്? ജനകീയ ജനാധിപത്യ വിപ്ലവം വരുന്നു. ജനകീയ ജനാധിപത്യ വിപ്ലവം ഒന്നുകൂടെ ലഘൂകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടേതായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പ് എന്തിനാ കഴിയുന്നത്? എന്ത് ബോധത്തിന്റെ ഉള്ളിലാണ് നിലനിൽക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ ബോധത്തിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഓരോ കുത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന ബോധങ്ങളാണ്. ഇവിടെ 2020 പോലുള്ളവരൊക്കെയാണ് ഇപ്പം ജനങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് പറയുന്നത്. പുതിയൊരു വിപ്ലവം വരണമെന്നാണോ ചേട്ടൻ പറയുന്നത്? അതങ്ങനെ അത് വരും. അത് തീർച്ചയായിട്ടും വരും. എറണാകുളത്തെ ജയസാധ്യത നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ജനങ്ങള് കുറെ വിഭാഗം 2020 കൂടെ. കാരണം ഇവര് മാറി മാറി ഭരിച്ചിട്ട് ഒരു ചുക്കും നടന്നിട്ടില്ല. ഒരു ഗ്രാമപഞ്ചായത്ത് മാത്രം അദ്ദേഹം അങ്ങനെ ആക്കിയെങ്കിൽ എന്തുകൊണ്ട് രണ്ടോ മൂന്നോ പാർട്ടി കൂടെ മാറി ഭരിച്ചിട്ടും അതുപോലത്തെ ഒരു ഗ്രാമം പോലും ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഉണ്ടാക്കണ്ട, ഇവർക്കൊന്ന് സജഷൻ ചോദിക്കാമല്ലോ അദ്ദേഹത്തോട് എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ സംഭവം ഉണ്ടാക്കിയെടുത്തത്? ഞങ്ങൾക്കും കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് കിഴക്കമ്പലത്ത് പോലും ചെല്ലാത്ത കുറെ ആൾക്കാർ വെറുതെ വീട്ടിൽ നിന്നിട്ടും ഓഫീസിൽ നിന്ന് കമന്റ് അടിക്കുകയാണ്. ഇതൊക്കെ തട്ടിപ്പായിരിക്കും എന്ന് പറഞ്ഞിട്ട്. എന്താ ജനങ്ങൾക്ക് ഇത്രയും വില കുറഞ്ഞ് സാധനങ്ങൾ ഒരു മാസം പർച്ചേസ് ചെയ്യാനുള്ള ഒരു സ്വർഗ്ഗലോകം ഉണ്ടാക്കിയ സ്ഥലമാണ്. അപ്പൊ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞ്. പിന്നെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന കുറെ അണികളുണ്ട്, അവരൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് പൊളിറ്റിക്സ് എന്നും, എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ജനം യുദ്ധം ചെയ്യുന്ന ഒരു കാലം ഇനി വരും. ജയിക്കുമെന്നല്ല, ഇവിടെ നല്ലത് ചെയ്തത് ആദ്യജന വെടിവെച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നല്ലത് ഒരിക്കലും പൊന്തി വരാൻ ഒരുപാട് സമയം പിടിക്കും. പക്ഷെ ജനങ്ങൾ 90% അറിയുന്നുണ്ടാകും നല്ലതാണെന്ന്. പക്ഷെ ഈ പാർട്ടിയിൽ പെട്ട് കിടക്കുന്ന അണികൾ ലോക്കായി കിടക്കുന്നുണ്ട്, അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ട്. നല്ലത് ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയില്ല, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയും വിശ്വസിക്കാറില്ല. പക്ഷെ നല്ലത് ചെയ്യാനുള്ള സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ജനാധിപത്യവും രാഷ്ട്രീയവും. ഏറ്റവും നല്ല പാർട്ടിക്കാരെന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയിലെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവനാണ് യഥാർത്ഥ പാർട്ടി സ്നേഹി. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു കുറവുണ്ടെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാതെ നമ്മൾ മൊത്തം ജനങ്ങളുടെ തെറ്റുണ്ടെന്ന് പറഞ്ഞു കിടക്കുന്നത് നല്ല രാഷ്ട്രീയക്കാരെ ചേർന്നതല്ല. അപ്പൊ അവനവന്റെ പാർട്ടിയിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വരട്ടെ. ഇതൊക്കെ ഒത്തിരി തിരുത്തൽ മാറ്റം വേണം.
പരിവർത്തനം വേണം ഇതിനൊക്കെ ജനങ്ങൾ. മാറി മാറി വെച്ചിട്ട് നമുക്കൊരു ഗുണമില്ല അതുകൊണ്ട്. അപ്പം നല്ല കാര്യങ്ങൾ കൊണ്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടെ. ഞാനൊരു പാർട്ടിയിലും ഇല്ല, നല്ലതിനു വേണ്ടി നിലകൊള്ളും. ഇവിടെ പാർലമെന്റ് ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഇവിടെ ഇപ്പൊ ആർക്കും ഒരു ജയസാധ്യത ഉള്ളതെന്ന് പറയാമോ? വിജയസാധ്യത ആ. വിജയസാധ്യത കേരളത്തില് ഒരു 75% UDF വരും. UDF. അതുകൊണ്ട് ഇവിടെ UDF ആയിരിക്കും. അങ്ങനെയാണോ? ആണോ? കേന്ദ്രം നമുക്ക് പറയാൻ പറ്റില്ല. കേന്ദ്രം BJP തന്നെ പിടിക്കാൻ സാധ്യതയുള്ളൂ. കേരളം ഒരു 75% UDF പിടിക്കും. എറണാകുളത്ത് അതുകൊണ്ട് UDF തന്നെ ആയിരിക്കും. UDF എറണാകുളം സീറ്റ് ജോർജ് മറ്റേ ഹൈബേഡിന് ഉറപ്പുള്ള സീറ്റാണ്. LDFന്റെ ഷൈൻ ടീച്ചർ. LDFന്റെ സ്ഥാനത്ത് ഷൈൻ ടീച്ചർ അല്ലേ? അവരാണ്. ഇത് ആർക്കും ഇവിടെ ജയസാധ്യത ഉള്ളതെന്ന് പറയൂ. എങ്ങനെ പറയാനാ? ഇല്ല, എന്നാലും അമ്മയുടെ ആഗ്രഹം ആര് ജയിക്കണമെന്നാ? LDF, UDF, BJP 2020? ഞങ്ങള് BJP ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ KS രാധാകൃഷ്ണൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഫുള്ള് സാഹചര്യം ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും നേരിയ മുൻതൂക്കം അത് തന്നെ പറഞ്ഞത്. ഫുള്ള് ഇവിടുത്തെ സാഹചര്യത്തിൽ കാരണം ഹൈബ്രിഡിന്റെ ഏരിയ ആണ്. മോസ്റ്റ്ലി അത് ചാൻസ് അട്ടിമറി ഉണ്ടാവുമോ? ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം പ്രവചനാതീതമാണ്. അതെ. ആരാ ജയിക്കാൻ സാധ്യതയുള്ളത്? എനിക്കറിയില്ല. അറിയില്ല. എറണാകുളത്ത് ആര് ജയിക്കുമെന്നാ പ്രതീക്ഷ? UDF. എന്തുകൊണ്ടാ UDF ജയിക്കുന്നത്? മാറിപ്പോയോ പറഞ്ഞത്? ഹൈബീഡിനെ തന്നെയാണോ പറയാൻ വന്നത്? ആണോ? എന്തുകൊണ്ടാ ജയിക്കുക? ഹൈബീഡിനാണ് ഇഷ്ടം അതുകൊണ്ടല്ലേ? നിങ്ങളുടെ പാർലമെന്റ് ഇലക്ഷനില്ലേ ഈ കൊച്ചിയിൽ എറണാകുളത്ത് ആര് ജയിക്കുമെന്നാ? എന്താ? ആരാ? ഹൈബീഡൻ സാറാണ്. എന്തുകൊണ്ടാ മറ്റുള്ള അദ്ദേഹം ജയിക്കുന്നത്? ആണോ? ഇതേയാണോ ലീഡർ? ആണോ? എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചോ? പാർലമെന്റ് ഇലക്ഷനിൽ ആർക്കാ ഒരു വിജയസാധ്യത ഉള്ളത് ഇവിടുത്തെ എറണാകുളം മണ്ഡലം? പറഞ്ഞു കേട്ടിട്ട് വീടിനാണ്. ആര് ജയിച്ചിട്ട് കാര്യമില്ലെന്നാണ് പൊതുവെ ഒരു ജനം പറയുന്നത്. ആണോ? ഹൈബീഡ് ജയിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തുകൊണ്ടാ ഹൈബീഡ് എന്താ അങ്ങനെ? അത് നമ്മുടെ എറണാകുളം മണ്ഡലത്തിലെ ഒരു പൊതുപ്രവർത്തനാണ്. പിന്നെ MLA ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് പിന്നെ അദ്ദേഹത്തിന്റെ ചില ഫണ്ടുകളെല്ലാം പൊതുവായിട്ടുള്ള ഫണ്ടുകളെല്ലാം മിക്ക ഫണ്ടുകളും പൊതുവായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ കൂടുതലും പിന്നെ പുള്ളി വിജയിക്കുമെന്നാണ് വിശ്വാസം. എല്ലാവർക്കും അതേ അഭിപ്രായമാണോ? ആണോ? അതേ അഭിപ്രായം തന്നെ. ഹൈബീഡനാണോ സാധ്യത? എന്തുകൊണ്ടാ? പ്രായോഗികമായിട്ട് പൊതു കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട്. ഹൈബീഡനാണ്. ഹൈബീഡിനെല്ലാം മണ്ഡലത്തിനെല്ലാം അതുകൊണ്ട് അദ്ദേഹത്തിന് സാധ്യത. ആർക്കാ ഒരു വിജയസാധ്യത എന്ന് പറയാമോ? അത് ഹൈബീഡിനാണ്. ഹൈബീഡനാണ്. എന്തുകൊണ്ടാണ് ഹൈബീഡനാണ്? ഇവിടെ പ്രവർത്തിച്ചു, നാട്ടിൽ പ്രവർത്തിച്ചു. ആണോ? നമുക്ക് ഇതേ അഭിപ്രായം തന്നെയാണോ? എന്തുകൊണ്ടാണ് ഹൈബീഡന്റെ പേര് പറയുന്നത്? എനിക്ക് കോൺഗ്രസിനെ കുറിച്ച് കൂടുതൽ ഇഷ്ടം. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ തീരെ വലിയ താല്പര്യമില്ല. അവരുടെ ഭരണപരിഷ്കാരങ്ങളൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ആയിരുന്നു. അതുകൊണ്ട് UDF. പിന്നെ ശബരിമല സ്ത്രീകൾ കയറിയതൊന്നും എനിക്ക് അത്ര ഇഷ്ടമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ട് ചെയ്യില്ല. കോൺഗ്രസ് ഹൈബീഡ്. ഹൈബീഡനായിരിക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര്? നേരത്തെ ഇവരാ ആരും അറിയാത്ത ടീമല്ലേ മറ്റേവര്. ടീച്ചർ ആരാറിയണം, ഇവരും അറിയില്ല. ഇപ്പോഴേ കണ്ടേക്കണം. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടാവണം. ഈ എറണാകുളത്ത് ആർക്കും ഒരു വിജയസാധ്യത ഉള്ളൂ? അതൊക്കെ എങ്ങനെ പറയും? നല്ലൊരു ആഗ്രഹം അല്ലെങ്കിൽ മുൻതൂക്കം? ആഗ്രഹം ഹൈബീഡനാണ്. ചേട്ട ആഗ്രഹം ഹൈബീഡനാണ്. ഹൈബീഡിനാണെന്ന് പറയുന്നത് പിന്നെ സംസാരിക്കാനുള്ള കഴിവുള്ള പെണ്ണുങ്ങളൊക്കെ പോയിട്ട് അവിടെ അതുകൊണ്ട് ഹൈബീഡനാണ് സാധ്യത. ഹൈബീഡിനാണ് സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തന്നെ ജയിച്ചില്ലേ? അദ്ദേഹത്തിനെ ജയിപ്പിച്ചാണ് ഞങ്ങൾ. ഞാനും വൈപ്പിൻ പിന്നെ ഉള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനാണ് സാധ്യത ഉള്ളത്. ജോർജിയുടെ മകൻ ഹൈബീഡൻ. UDF. എന്തുകൊണ്ടാണ്? അതങ്ങനെയാണ്. എറണാകുളം മണ്ഡലത്തിൽ ആർക്കും ഒരു വിജയസാധ്യത ഉള്ളോ അല്ലെങ്കിൽ മുൻതൂക്കമുള്ളോ എന്ന് പറയാൻ സാധിക്കും? രണ്ടുപേരും തുല്യമായി മിക്കാതെ ആർക്കും മുൻതൂക്കം എന്ന് പറയാൻ സാധിക്കുമോ? ഹൈബിയാണോ? ഞാൻ എന്തോരം വികസന പ്രവർത്തനം ചെയ്യുന്നു. ഞങ്ങളെ നമ്മളോട് പഞ്ചായത്തില് ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ടില്ലേ? ഉണ്ണികൃഷ്ണന് കാശ് കിട്ടിയെന്ന 3 കോടി രൂപയെന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചു. 10 പൈസ മുടക്കിയിട്ടില്ല. ഇപ്പൊ അവിടെ ഹൈബീഡന്റെ ഫണ്ടിൽ നിന്ന് റോഡ്
ഒന്ന് പോയി നോക്കിയാൽ കാണാം. തണ്ടാശ്ശേരി അമ്പലം തൊട്ട് ഈ മുളവാടിൻ്റെ പകുതി ഭാഗം വരെ കംപ്ലീറ്റ് ചെയ്തു. കല്ലിരിക്കും, കട്ട വിരിക്കും. നല്ല രീതിയിലാണ് വികസനം ചെയ്യും. വികസനം. അതുകൊണ്ട് ഹൈ വീടണം. വീടിനെ ഇപ്പൊ മുളവാടാൻ ആരും ചെയ്യൂല. ഉണ്ണികൃഷ്ണൻ അതേപോലെ തന്നെ ആ റോഡിൽ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് ജീടക ഇതാണ്. ഈ ജീടക ഫണ്ട് കിട്ടിയിട്ട് 3.5 കോടി എന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ 6 മാസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആരും ചെയ്യൂല. ഹൈബീഡാണ് ആയിരിക്കാൻ സാധ്യത. ഹൈബ്രിഡൻ ജയിക്കണം. ആണോ? എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ? അതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ആണല്ലേ? എല്ലാരും പറഞ്ഞു കേട്ടേക്കുന്ന ഹൈബീഡൻ. അതുകൊണ്ട് ഹൈബീഡൻ ജയിക്കണം. വിജയസാധ്യത അതിലുപരിയായിട്ട് ജനങ്ങൾ കണക്കുകൊണ്ടിരിക്കുന്നത് നാടിന്റെ പുരോഗമനത്തിന് വേണ്ടി ഒന്നും തന്നെ ഇവിടെ തന്നെ ഒരു പാർട്ടികളും മുൻകൈ എടുത്തിട്ടില്ലെന്നാണ് എനിക്കൊന്നും. അഴിമതി, രാജ്യത്തിന്റെ വികസനം, അല്ലെങ്കിൽ ഓൾഡ് ഏജ് പീപ്പിൾസിന് വേണ്ടിയുള്ള വികസനം ഒന്നും തന്നെ ഇവിടെ മുൻകൈ എടുത്തിട്ടില്ല. ആ ഇലക്ഷൻ കാലഘട്ടത്തുമ്പോൾ ഓരോ അവരുടേതായ രീതിയിലും ഓരോ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുള്ളൂ. ഏത് മുന്നണികളാണ് ഇവിടെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള നേട്ടങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്? ആരും തന്നെ ചെയ്തിട്ടില്ല. ആ സമയങ്ങളിൽ ആ തനതായ ഓരോ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഒരു സാധ്യത ആർക്കും ഇല്ലെന്നാണോ പറയുന്നത്? അതോ അത് കാലാകാലങ്ങളനുസരിച്ച് കരുണാകരന്റെ കാലത്ത് കരുണാകരനോട് ഒരാൾ ഒരു കാര്യം ചോദിച്ചു, ഏറ്റവും കൂടുതൽ ആരാണ് ജയിക്കുന്നതെന്ന് ചോദിച്ചു. അന്ന് കരുണാകരൻ തക്കതായ മറുപടി പറഞ്ഞു, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആള് ജയിക്കുന്നു പറഞ്ഞു. അതുപോലെ 1-2 വോട്ട് ജയിക്കും. ഇപ്പൊ നിരന്തരം നടന്നു വരുന്ന ആ ഒരു കാര്യം, ആ ഒരു കാലക്രമമായിട്ട് ഒരു തലമുറ കടന്നു വരുന്നതായിട്ട് റെവല്യൂഷണറി ആയിട്ട് കൊടുത്തു ഒന്നും തന്നെ മാറ്റി മറിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ നോക്കി, ഇതിലേക്ക് തന്നെ നോക്കും. ഇതിലെന്താണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്? 75 കിടക്കുന്ന കാണാൻ അതേ തന്നെ തുടരുന്നു. അതിലായിട്ട് ഇവിടെ മാറ്റങ്ങളൊന്നും. എത്ര കോടതി വിധി ഉണ്ടായിരുന്നു? ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. എത്ര കോടതി വിധി ഉണ്ട്? അതേപടി പാലിച്ചിട്ടുണ്ടോ? ഇൻഫ്രാസ്ട്രക്ചർ ആയാലും കാര്യങ്ങളായാലും ഒന്നും തന്നെ മാറ്റം തന്നല്ലേ. ഇവിടുത്തെ വെള്ളക്കെട്ടിന് മാറ്റം വന്നിട്ടുണ്ട്, കൊതുകിന് സമീപനം വന്നിട്ടുണ്ട്, ജനങ്ങളുടെ മാലിന്യ സംസ്കരണത്തിന് മാറ്റം വന്നിട്ടുണ്ട്. ഒന്നും തന്നെ വന്നില്ല. കാലാകാലങ്ങളിൽ ഓരോ സാധനം നിയമങ്ങൾ കൊണ്ടുവരുമോ അത് തനതായ വഴിയിൽ ഒഴിച്ചു കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഒന്നും തന്നെ നടന്നില്ല. ആരാ നിൽക്കണം അവരിലെ എപ്പോഴും ജയിക്കാറ്. ആണോ എന്ന് വെച്ചാ വ്യക്തമാക്കി കഴിഞ്ഞു. കർണാടക തന്നെ കോൺഗ്രസിന്റെ സീറ്റാണ്. ഹൈബീഡൻ ജയിക്കുമെന്നോ? എന്നാണ് പ്രതീക്ഷ. എന്തോ എന്നാണ് പ്രതീക്ഷ. നമുക്ക് ജനങ്ങൾ തീരുമാനിക്കാനുള്ളത് നമുക്ക് പറയാൻ പറ്റുമല്ലോ. നമ്മുടെ ജനങ്ങളുടെ ഭാഗമാണല്ലോ. അതുകൊണ്ട് ആർക്കും ഒരു മുൻതൂക്കം പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. ആർക്കും പറയാൻ പറ്റില്ല. തുല്യ ശക്തികളാണ് മത്സരിക്കുന്നത്. പുള്ളി ശക്തോ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയാൻ പാടില്ല. ആണോ? ആരെ ഇഷ്ടം? LDF ആണോ, UDF ആണോ, BJP ആണോ, 2020 ആണോ? ഹൈബീഡ് സിറ്റിംഗ് സീറ്റാണ്. ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ജയിക്കും. ഉറപ്പാണ്. വോട്ടാർക്കും ചെയ്യില്ല. ആണോ? കള്ളന്മാരാ, എല്ലാം കള്ളന്മാരാ. 7 മാസത്തെ ക്ഷേമ പെൻഷൻ തരണം. ആ, ഞങ്ങൾ ഈ മരുന്നും കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് പ്രായമായില്ലേ. മനസ്സിലായോ? വളരെ കഷ്ടമാണ്. അപ്പൊ ആർക്കും വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഗവൺമെന്റ്. ഇത് തീരും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ വേറെ ആർക്കും വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യില്ല.